Hi students, welcome back to Arts Tech Tutorials, the gateway to your online knowledge hunt. Before turning the pages of signatures expressing the self, let's have a discussion on Me Too as a prior talk. You might have heard and seen hashtag #MeToo, which went on viral in social media during 2017. This is a social movement which is founded by the activist Tarana Burke in the year 2006 in America. It's a movement against sexual harassment where people reveal allegations of sex crimes committed by prominent personalities. So many Me Too stories have come from women who work in the movies and media. Me Too movement opened a platform to a lot of people to break their silence about abuse. Such silence breakers have created heat waves and resulted in bringing down of so many so-called high-profile individuals. In India, it gained popularity when Bollywood actress Tanushree Datta accused Nana Patekar of sexual harassment in October 2018. Following the opening up of Tanushree Datta, several stories of sexual abuse came to surface through this Me Too social media campaign. സ്റ്റുഡൻസ്, ഇത് മറ്റൊന്നുമല്ല, Me Too എന്ന് പറയുന്ന ക്യാമ്പയിൻ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വളരെയധികം പോപ്പുലാരിറ്റി ആർജിച്ചെടുത്ത ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ തുടക്കത്തിലൊന്ന് പറഞ്ഞ് നിർത്തിയത്. ബിക്കോസ് നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്ന ന്യൂ ചാപ്റ്ററായ ഒരു പോയമാണ്. അതും നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റുമായിട്ട് വളരെ റിലേറ്റഡ് അല്ലെങ്കിൽ റിലേഷൻ തോന്നി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാമെന്ന് കരുതുന്നു. ഓക്കെ, സോ Me Too എന്ന് പറഞ്ഞാൽ 2006 അമേരിക്കയിലെ ടരാന ബർഗ് എന്ന ഒരു ആക്ടിവിസ്റ്റിലൂടെ സ്ഥാപിച്ച ഒരു മൂവ്മെൻ്റാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അധികമായിട്ടിത് പോപ്പുലാരിറ്റി ആർജിച്ചെടുത്തത്, വൈറലായത്. ആൻഡ് പിന്നെ പറഞ്ഞത് ഈ Me Too എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെൻറ്റ്, ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റാൻഡിങ് അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഇപ്പോൾ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ മറ്റു ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ, ലൈംഗിക പീഡനങ്ങളെ അതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ദിസ് Me Too എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റ്. ആൻഡ് ഓൾസോ ഈ Me Too എന്ന് പറഞ്ഞാൽ ഞാനും അല്ലെങ്കിൽ എനിക്കും ലൈംഗികപരമായിട്ട് പീഡനമേറ്റു എന്ന് ഒരു സ്ത്രീ സമൂഹത്തിന് മുമ്പായിട്ട് തുറന്ന് പറയുന്ന, തനിക്കുണ്ടായ പീഡനങ്ങൾ, തനിക്കുണ്ടായ വേദനകൾ വെളിവാക്കുന്ന ഒരു ക്യാമ്പയിനിങ് കൂടെയാണ് ഇത് ദിസ് Me Too മൂവ്മെൻറ്റ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഒരു സ്ത്രീക്കുണ്ടായ വിഷമതകൾ, ലൈംഗികപരമായിട്ടുള്ള അതിക്രമങ്ങൾ, അത് ഓഫീസിലോ അല്ലെങ്കിൽ തൻ്റെ വ്യവസായ സ്ഥാപനത്തോ അല്ലെങ്കിൽ പൊതു ഇടത്തോ, പ്രത്യേകിച്ച് ഇത് മറ്റു മീഡിയയിൽ, അത് മീഡിയാസ് അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ് അധികമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർ. സോ ഇത്തരം ഇടങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ ഒരു സമയത്ത് അവർക്കുണ്ടായ പീഡനങ്ങൾ എന്ത് ചെയ്തു, സമൂഹത്തിലേക്ക് തുറന്നു പറഞ്ഞു, ഏറ്റുപറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു വേദിയായിട്ട് ഏത് മാറി, Me Too എന്ന് പറയുന്ന മൂവ്മെൻറ്റ് മാറി. ഒരു പരിധിവരെ വി ക്യാൻ കൺസിഡർ ഇറ്റ് ഇസ് മൂവ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് വിമൻ എംപവർമെൻറ്റ്. ഓക്കെ, ആൻഡ് ഇൻ ഇന്ത്യ ഇറ്റ് ഗെയിൻഡ് പോപ്പുലാരിറ്റി. ഇന്ത്യയിൽ ഇത് കൂടുതലായിട്ട് പ്രചാരത്തിൽ വന്നത് 2017 ബോളിവുഡ് ആക്ട്രസ്സായ തനുശ്രീ ദത്ത തനിക്ക് സംഭവിച്ച ലൈംഗിക അതിക്രമങ്ങളെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞതിലൂടെയാണ്. നാനാ പടേക്കറിലൂടെ തനിക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് തനുശ്രീ ദത്ത സമൂഹത്തിൽ പറഞ്ഞതുകൂടെയാണ് ഇത് അധികം പോപ്പുലാരിറ്റി ആർജിച്ചെടുത്തത്. തുടർന്ന് ഒത്തിരി പേര് ഇന്ത്യയിൽ തന്നെ, അത് പൊളിറ്റിക്കൽ ഫീൽഡിൽ, മറ്റ് സെലിബ്രിറ്റീസ്, അത് സ്പോർട്സ് ഫീൽഡിൽ നിന്നും ഫിലിം ഇൻഡസ്ട്രി ഫീൽഡിൽ നിന്നും ഒത്തിരി സ്ത്രീകൾ മുന്നോട്ട് വന്ന് Me Too ക്യാമ്പയിൻ നടത്തുകയും Me Too മൂവ്മെൻറ്റിലൂടെ തങ്ങൾക്കുണ്ടായ സെക്ഷൽ ഹറാസ്മെൻറ്റ് പബ്ലിസൈസ് ചെയ്തു, സമൂഹത്തിന് മുമ്പിൽ അവർ പറയുകയും ചെയ്തു. സോ ഇത് മറ്റു സ്ത്രീകൾക്കും ഒരു ആവേശവും ഒരു ശക്തിയും ഊർജവും പകരുന്ന ഒരു ക്യാമ്പയിനായിട്ട് മാറി. ഓക്കെ, സോ Me Too മൂവ്മെൻറ്റ് സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ ഇൻ എ ഗുഡ് വേ. യു സീ
this Me Too movement has been named Time Magazine Person of the Year for 2017. 2017 ടൈം മാഗസിൻ ഈ മീ ടു മൂവ്മെൻറ്റിനെയാണ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്തത്. സോ അത്രത്തോളം പോപ്പുലാരിറ്റി ദാറ്റ് ഇയറിൽ ഉണ്ടായിരുന്നു മീ ടു ക്യാമ്പയിന്. ആൻഡ് യു ക്യാൻ സീ ഓൺ ഇറ്റ്സ് കവർ ടൈം മാഗസിൻ, ഈ ടൈം മാഗസിനിലെ കവർ പേജിൽ യു ക്യാൻ സീ 3 words, ദ സൈലൻസ് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മീ ടു ക്യാമ്പയിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച സ്ത്രീകളെ ടൈം മാഗസിൻ വിളിച്ചത് ദ സൈലൻസ് ബ്രേക്കേഴ്സ് എന്നായിരുന്നു. ഓക്കെ, ദ ടൈം മാഗസിൻ കോൾ ദ പീപ്പിൾ ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ് ആസ് ദ സൈലൻസ് ബ്രേക്കേഴ്സ്. സ്റ്റുഡൻസ്, സംടൈംസ് യു മേ തിങ്ക് വൈ ഷുഡ് ഐ സേ ഓൾ ദീസ് തിങ്സ് ഹിയർ, എന്തിനാ ഞാൻ ഇതൊക്കെ ഇവിടെ പറയണമെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചിരിക്കാം. This is significant and relevant when you read the lines of poem Breaking Silence. Me Too എന്ന് പറഞ്ഞത് ഞാനും എനിക്കും ഇത്തരത്തിൽ പീഡനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് സമൂഹത്തോട് പറയുന്നത് പോലെയുള്ള അത്തരത്തിലുള്ള ഒരു അനുഭവ സാക്ഷ്യ വിവരണമാണ് ബ്രേക്കിംഗ് സൈലൻസ് എന്ന പോയത്തിലും ഉള്ളത്. ഈ ബ്രേക്കിംഗ് സൈലൻസിൽ നമ്മുടെ പോയറ്റ് ആയ ജാനിസ് മിരി കിറ്റാനി തങ്ങൾക്കുണ്ടായ, അതായത് അമേരിക്കയിൽ ജീവിക്കുന്ന ജാപ്പനീസ് കമ്മ്യൂണിറ്റിക്ക്, അതായത് അമേരിക്കയിലെ ജാപ്പനീസ് ജനതയ്ക്ക് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഉണ്ടായ മൃഗീയ പീഡനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വന്യമായ ദുരുപയോഗങ്ങളെക്കുറിച്ചും ഉള്ള അവരുടെ സഹന കഥകളാണ് ഈ ബ്രേക്കിംഗ് സൈലൻസ് എന്ന പോയത്തിലൂടെ റിവീൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് വെളിവാക്കിയിരിക്കുന്നത്. അതായത് അവർക്കുണ്ടായ ദുരന്തങ്ങളും അവർ കേൾക്കേണ്ടി വന്ന പീഡനങ്ങളും മൃഗീയപരമായിട്ടുള്ള ആക്രമണങ്ങളും അവർ തടവറയിൽ ആക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള സ്ഥിതിവിശേഷണങ്ങളും ഒക്കെയുമാണ് ഈ ബ്രേക്കിംഗ് സൈലൻസ് എന്ന പോയത്തിൽ നമ്മുടെ ജാനിസ് മിരി കിറ്റാനി, ദ ഓഥറിൻ്റെ പേര് ജാനിസ് മിരി കിറ്റാനി എന്ന ഒരു ലേഡിയാണ്. ഷീസ് ആക്ച്വലി ലേഡി റൈറ്റർ. അവരെക്കുറിച്ച് വിവരണങ്ങൾ പിന്നാലെ ഉണ്ട്. സോ ഈ പോയത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടെ അത് വായിക്കാം. ഇറ്റ് റിവീൽസ് ദ ബിറ്റർ എക്സ്പീരിയൻസസ് ഓഫ് ജാപ്പനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി ഡ്യൂറിംഗ് വേൾഡ് വാർ II. The poem tells the stories of wild abuse and brutality. The poem discusses Japanese ethnicity. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അവസാനത്തെ പോയിന്റ്, ഈ പോയം ജാപ്പനീസ് എത്നിസിറ്റിയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതായത് ജാപ്പനീസ് വർഗത്തെക്കുറിച്ചും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ ഈ പോയത്തിൽ വിവരിക്കുന്നുണ്ട്. സോ ഒരു പരിധിവരെ ഇതൊരു ടെസ്റ്റിമണിയാണ്, ഒരു അനുഭവ സാക്ഷ്യം. അവർക്കുണ്ടായ ജാപ്പനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായ വിഷമതകളും അവർക്കുണ്ടായ ദുരന്തങ്ങളെയും കുറിച്ചുള്ള ഒരു ടെസ്റ്റിമണിയാണ് ഈ ബ്രേക്കിംഗ് സൈലൻസ് എന്ന പോയം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഓഥർ ജാനിസ് മിരി കിറ്റാനി. I told you that Janice Miri Kitani belongs to Japanese American community. ജാപ്പനീസ് അമേരിക്കൻ ജനതയിൽ ഉള്ള ഒരു ലേഡിയാണ്, ജനതയിൽപ്പെട്ട ഒരു ലേഡിയാണ് ജാനിസ് മിരി കിറ്റാനി. പേര് തന്നെ നിങ്ങൾ നോക്കുക, ജാനിസ്. ആ ഒരു സിമിലാരിറ്റി ഇൻ ടോൺ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. JANIC ജാനിസ്, ദെൻ ജാപ്പനീസ് JAPANESE ജാപ്പനീസ്, ലാസ്റ്റ് സൗണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് സൗണ്ട്, both sounds are so similar in tone. Okay, Janice Miri Kitani. Read out some facts on Janice Miri Kitani. First, she is an award-winning poet, dancer, activist and educator. സിമ്പിൾ വേർഡ്സ് ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പോയറ്റ് എന്ന നിലയിൽ ഒരു പ്രശസ്തയായ വ്യക്തി, ഡാൻസർ എന്ന നിലയിൽ, ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ, എഡ്യൂക്കേറ്റർ എന്ന നിലയിലൊക്കെയും പ്രശസ്തയായ ജാനിസ് മിരി കിറ്റാനി. നെക്സ്റ്റ്, ഷീ ഈസ് റിനൗൺഡ് ഫോർ ഹർ കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് ദാറ്റ് അഡ്രസ്സസ് ദ ഹൊറേഴ്സ് ഓഫ് വോർ. മറ്റൊന്ന്, കുറച്ചുകൂടെ വേൾഡ് വൈഡായിട്ട് അറിയപ്പെട്ടത് അല്ലെങ്കിൽ പ്രശസ്തിയിലേക്ക് എത്തിയത്, റിനൗണ്ട് മീൻസ് പ്രശസ്തി. അപ്പോൾ പ്രശസ്തയായത് ഹൊറേഴ്സ് ഓഫ് വോർ, യുദ്ധത്തിൻ്റെ ഭീകരതയും അതുളവാക്കുന്ന മറ്റു കോൺസിക്വൻസസ്, റിസൾട്ടിനെ കുറിച്ചൊക്കെ ലോകത്തോട് അഡ്രസ്സ് ചെയ്തതിലൂടെയാണ് അധികമായിട്ട് ജാനിസ് മിരി കിറ്റാനി പ്രശസ്തിയിലേക്ക് വന്നത്. ഓക്കെ, സോ ഷീ ഈസ് റിനൗൺഡ് ഫോർ ഹർ കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് that addresses the horrors of war. It's important. Try to understand and learn it. Next, she advocates against institutional racism and the enslavement of women and children.
മറ്റൊരു തരത്തിൽ ഒരു പ്രവർത്തക എന്ന നിലയിൽ ഷീസ് അഗെയിൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റേസിസം, വ്യവസ്ഥാപിതമായ വംശീയതയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്ത ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ജാനിസിനെ കാണാം. ആൻഡ് ഷീസ് അഗെയിൻസ്റ്റ് ദ എൻസ്ലേവ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, കുട്ടികളെയും സ്ത്രീകളെയും അകാരണമായിട്ട് ജയിലിൽ അടച്ചിടുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് ജാനിസ്. ആൻഡ് ആസ് എ പോയറ്റ് എന്ന നിലയിൽ നമുക്ക് കാണാം, ഷീ ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ പോയറ്റ് ലോറിയറ്റ് ഓഫ് ദ സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ ഇൻ 2000 ഇയറിൽ സാൻ ഫ്രാൻസിസ്കോ എന്ന സിറ്റിയിലെ പോയറ്റ് ലോറിയറ്റായി, അവിടുത്തെ ഒരു ആസ്ഥാന കവയിത്രിയായിട്ട് ജാനിസ് മിരി കിറ്റാനി മാറി. So these are some facts. Then along with these facts we can add some more. She received worldwide recognition. ആഗോളതലത്തിൽ തന്നെ ബഹുമതികളും അർഹതകളും ഒക്കെ ലഭിച്ച ഒരു വ്യക്തിയാണ് ജാനിസ്. ആൻഡ് ഷീ ഈസ് ദ റെസിപ്പൻറ്റ് ഓഫ് മോർ ദാൻ 40 അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. 40-ലധികം അവാർഡുകളും ബഹുമതികളൊക്കെയും ഇതിനോടകം തൻ്റെ പ്രവൃത്തികൾ കൊണ്ട്, തൻ്റെ കവിതകൾ കൊണ്ട്, മറ്റ് ഇടപെടലുകൾ കൊണ്ട്, സമൂഹത്തിലുള്ള പലതരത്തിലുള്ള ഇടപെടലുകളുടെ അവൾക്ക് 40-ലധികം ബഹുമതികളും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഷീ ഈസ് ദ ഫൗണ്ടിങ് പ്രസിഡൻറ്റ് ഓഫ് ദ ഗ്ലൈഡ് ഫൗണ്ടേഷൻ. ഗ്ലൈഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസിഡൻറ്റ് ആയിട്ടും ജാനിസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡെഡിക്കേറ്റഡ് ടു പ്രൊവൈഡിങ് സർവീസസ് ഫോർ സാൻ ഫ്രാൻസിസ്കോസ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. സാൻ ഫ്രാൻസിസ്കോയിലെ മാർജിനലിസ്റ്റ് കമ്മ്യൂണിറ്റീസ്, അതായത് മുഖ്യധാരയിൽ നിന്നും മാറ്റപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്ലൈഡ് എന്ന ഫൗണ്ടേഷൻ്റെ ഫൗണ്ടിങ് പ്രസിഡൻ്റായിട്ട് ജാനിസ് മിരി കിറ്റാനി നിൽക്കുന്നു. സോ സ്റ്റുഡൻസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ജാനിസ് മിരി കിറ്റാനീസ് പ്രസൻറ്റ് പിക്ചർ. ബട്ട് ലുക്കിംഗ് ബാക്ക് ടു ഹെർ ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ്, those were entirely different from what we see now. നമ്മളിപ്പോൾ കാണുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട ജാനിസ് മിരി കിറ്റാനി അല്ല അവളുടെ ശൈശവത്തെയും ബാല്യത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ, പഠിക്കുമ്പോൾ. തീർത്തും ഒരു ദുരന്തപൂർണമായ ശൈശവവും ബാല്യവുമായിരുന്നു ജാനിസ് മിരി കിറ്റാനിക്ക് ഉണ്ടായിരുന്നത്. ഒത്തിരി പ്രശ്നങ്ങളും ദുരിതങ്ങളും അവളുടെ പാരൻസിൽ നിന്നും അവളുടെ സൊസൈറ്റിയിൽ നിന്നും അവൾക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്, അതിൽ നിന്നെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം തീർത്തും അതിജീവിച്ച് തരണം ചെയ്ത് അത്രയും ദുരിതക്കയത്തിൽ നിന്ന് ജാനിസ് മിരി കിറ്റാനി ലൈക്ക് എ ഫീനിക്സ് ബേർഡ്, ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചിറകടിച്ച് പറന്നുയർന്ന് തൻ്റേതായ കയ്യൊപ്പ് വ്യത്യസ്ത മേഖലകളിൽ പതിപ്പിച്ച് ഒരു ശ്രേഷ്ഠ മാതൃകയായിട്ട് ഇന്നും തുടരുകയാണ്. സോ വലിയൊരു മോട്ടിവേഷൻ സ്റ്റോറി, ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ജാനിസ് മിരി കിറ്റാനിയുടെ ലൈഫിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഒരു പക്ഷേ നിങ്ങൾ ജാനിസ് മിരി കിറ്റാനിയെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ. ജാനിസ് മിരി കിറ്റാനിസ് life is just like the story of phoenix, the bird who obtains new life by arising from the ashes of its predecessor. അതായത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു ചാരകൂമ്പാരത്തിൽ നിന്നും, അതായത് ദുരിതക്കയത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചിറകടച്ചുയർന്ന ഒരു ജീവിതമാണ് ജാനിസ് മിരി കിറ്റാനിയുടേത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു turn back the pages of Janice infancy and childhood. Infancy and childhood of Janice Miri Kitani. You can see the birthplace that is written here, Stockton, കാലിഫോർണിയയിലെ സ്റ്റോക്ടണിലാണ് ജനിക്കുന്നത്. 1941 ആണ് ബർത്ത് ഇയർ. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. ജാനിസ് വാസ് ഇൻകാർസറേറ്റഡ് ആസ് എൻ infant with her family in the Rover concentration camp in Arkansas during World War II. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ ശൈശവ സമയത്ത്, അതായത് 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ ജാനിസ് മിരി കിറ്റാനി, കുഞ്ഞായിരുന്ന ഈ ജാനിസ് മിരി കിറ്റാനിക്ക് തൻ്റെ മാതാപിതാക്കളോടൊപ്പം റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പ്, റോവർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം, ആർക്കൻസാസ് എന്ന സ്റ്റേറ്റിലൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു തടവറയിൽ, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, ഒരു ജയിലിൽ കഴിയേണ്ടി വന്നു 1-2 വർഷങ്ങളോളം. കുറേ കാലത്തേക്ക് റോവർ എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഈ കുഞ്ഞായ ജാനിസ് മിരി കിറ്റാനിക്ക് തൻ്റെ പാരൻസിനോടൊപ്പം കഴിയേണ്ടി വന്നു. ഇൻകാർസറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇംപ്രിസൺഡ്. ഓക്കെ, സോ ഷി വാസ് ഇംപ്രിസൺഡ് ആസ് എൻ ഇൻഫാൻറ്റ്. ഒരു ഇൻഫാൻറ്റ് എന്നുള്ള ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ
ശിശുവായിരുന്ന അല്ലെങ്കിൽ കുഞ്ഞായിരുന്ന ഈ ജാനിസ് മിരി കിറ്റാനിക്ക് തൻ്റെ മാതാപിതാക്കളോടൊപ്പം റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പ്, റോവർ തടവറയിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഒത്തിരി നാളുകൾ കഴിയേണ്ടി വന്നു. സോ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ആ ഒരു പിക്ചർ കാണാൻ സാധിക്കും, റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അതെന്തിനായിരിക്കാം ഈ റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഈ ജാനിസ് മിരി കിറ്റാനിയെ തൻ്റെ മാതാപിതാക്കളോടൊപ്പം, അവർ മാത്രമല്ല ജാപ്പനീസ് ജനത മുഴുവൻ, അമേരിക്കയിലുണ്ടായിരുന്ന ജാപ്പനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി മുഴുവനും ഇംപ്രിസൺഡ് ആയി ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ, എസ്പെഷ്യലി 1942 ഓൺവേർഡ്സ്. 1942 മുതൽ ജാപ്പനീസ് അമേരിക്കൻ ജനത റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പ് മറ്റു തടവറകളിലൊക്കെയും അവർക്ക് കഴിയേണ്ടി വന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റേൺമെൻറ്റ് ഓഫ് ജാപ്പനീസ് അമേരിക്കൻസ്, അതിന് പറയുന്നൊരു പേര് ഇങ്ങനെയായിരുന്നു, ഇൻറ്റേൺമെൻറ്റ്. വേറെ ഒന്നുമില്ല, ഇൻറ്റേൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രിസൺമെൻറ്റ്. ഓക്കെ, ഈ ജാപ്പനീസ് അമേരിക്കൻസ് ഇംപ്രിസൺമെൻറ്റ് ആകാനുള്ള അല്ലെങ്കിൽ തടവറയിൽ ആകാനുണ്ടായ സാഹചര്യം നമുക്ക് നോക്കാം. The internment of Japanese Americans in the United States during World War II was the forced relocation and incarceration in concentration camps in the western interior of the country of about 120,000 people of Japanese ancestry, most of whom lived on the Pacific coast. അപ്പോൾ പറയുന്നത് ഇറ്റ്സ് എ ലെങ്തി സെൻറ്റൻസ്, നമുക്ക് അത്രയൊന്നും വേണ്ട. ഉദ്ദേശിക്കുന്നത് ഇൻറ്റേൺമെൻറ്റ് ഓഫ് ജാപ്പനീസ് അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഫോഴ്സ്ഡ് റീലൊക്കേഷൻ ആൻഡ് ഇൻകാർസറേഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായിട്ട് അവർ താമസിച്ച ഇടങ്ങളിൽ നിന്നും, അവർ അമേരിക്കയിൽ സെറ്റിൽഡ് ആയിരുന്ന ഇടങ്ങളിൽ നിന്നും നിർബന്ധിതമായി അവരെ കുടിയൊഴിപ്പിക്കുകയും അവരെ വിവിധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ഇംപ്രിസൺഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഏതാണ്ട് 120,000-ഓളം ജാപ്പനീസ് അമേരിക്കൻ ജനതയെ ഇത്തരത്തിൽ വിവിധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പിടിച്ച് അടച്ചു വെച്ചു അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ടു, ഒരു തടവറയിൽ ആക്കപ്പെട്ടു. ഈ തടവറയിൽ ആകപ്പെട്ട 120,000 ജാപ്പനീസ് ജനതയിൽ 62% ആരായിരുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺസ് ആയിരുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 62% ഓഫ് ദ ഇന്റർനീസ് വെയർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺസ്. അപ്പോൾ US സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നവരായിരുന്നു ഈ ജാപ്പനീസ് അമേരിക്കൻസ്. പിന്നെ എന്തുകൊണ്ട് അവരെ തടവറയിലാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് സെൻറ്റൻസ് യു ക്യാൻ സീ, ദീസ് ആക്ഷൻസ് വെർ ഓർഡർഡ് ബൈ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ടു Roosevelt shortly after Imperial Japan's attack on Pearl Harbor on 7 December 1941. അപ്പോൾ ജപ്പാന് പേൾ ഹാർബർ തുറമുഖത്തേക്ക് ബോംബ് വർഷിച്ചതിലൂടെ അതിൽ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്തു, തൻ്റെ രാജ്യത്തിലുള്ള അമേരിക്കയിലുള്ള ജപ്പാൻ കുടിയേറ്റക്കാരെ ഒരു സംശയത്തിൻ്റെ കണ്ണുകളിലൂടെ പ്രസിഡൻറ്റും അവിടുത്തെ ഭരണകൂടവും ഒരുപക്ഷെ അമേരിക്കയിലെ മറ്റു ആൾക്കാരും ഒക്കെയും ഈ ജപ്പാൻ വംശത്തെ സംശയത്തിൻ്റെ കണ്ണുകളോടെ നോക്കി. അങ്ങനെ അതിൻ്റെ റിസൾട്ട് എന്നോണമാണ് ഈ 120,000-ലധികം വരുന്ന ജാപ്പനീസ് വംശത്തിൽപ്പെട്ട ഈ വ്യക്തികളെ എല്ലാവരെയും പിടിച്ച് വിവിധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അടച്ചു വെച്ചത് അല്ലെങ്കിൽ തടവറയിലാക്കിയത്. ഓക്കെ, സോ ഇതൊരു തരം ഹിഡൻ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഒരു ഭാഗം കൂടെ ആയിരുന്നു. അപ്പോൾ ജപ്പാൻ അത് മറ്റൊരു രാജ്യം അമേരിക്കയിലേക്ക് ബോംബിട്ടു, എന്നാൽ അതിൻ്റെ ഫലം, അതിൻ്റെ തിക്ത അനുഭവങ്ങൾ പേറിയത് അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന ജാപ്പനീസ് അമേരിക്കൻ ജനതയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഇത്തരത്തിൽ പല ജനതയും വ്യത്യസ്ത വംശങ്ങളിൽപ്പെട്ട ഒത്തിരി ജനവിഭാഗങ്ങൾ ഇതുപോലെ വിവിധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടയ്ക്കപ്പെട്ടിരുന്നു. അതിനൊരു മറ്റൊരു എക്സാമ്പിളാണ് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ്. നമ്മളത് മറ്റൊരു ചാപ്റ്ററിലൊക്കെ കണ്ടിരുന്നു. ആൻ ഫ്രാങ്കിൻ്റെ ഡയറീസിലൂടെയും അതുപോലെ ചാർലി ചാപ്ലിൻ്റെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെയും we discussed regarding some of the concentration camps, for instance Bergen-Belsen, then Auschwitz concentration camp. Likewise here also റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് നമ്മുടെ കഥാനായിക, അതായത് ജാനിസ് മിരി കിറ്റാനി, മാസങ്ങളോളം അവരുടെ മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞിരുന്നത്. ഓക്കെ, ഒരു കാര്യം ഓർക്കുക, തീർത്തും ഒരു ശൈശവത്തിലായിരുന്നു, അല്ലെങ്കിൽ തീർത്തും 1 വയസ്സ് 2 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി. എനിക്ക് തോന്നുന്നു അത് ഇതുപോലെ ഒത്തിരി പേര്, നൂറുകണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളോടൊപ്പം വിവിധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആ സമയം കഴിഞ്ഞിരുന്നു. ഓക്കെ, സോ
നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പ്, ആർക്കൻസാസിൽ പ്രവർത്തിച്ചിരുന്ന റോവർ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ BW ഇമേജസ് ആണ് ഇവിടെ കാണാൻ കഴിയുക. സോ ഇങ്ങനെ ജസ്റ്റ് ലൈക്ക് എ ഷെഡ്, ഒരു ഇങ്ങനെ നീളത്തിൽ പണിതിട്ടിരിക്കുന്ന ഈ വ്യത്യസ്ത കേന്ദ്രങ്ങളിലായിരുന്നു ഇവരൊക്കെ കഴിഞ്ഞിരുന്നത്. ഇവരുടെ ഫുഡ്, ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊടിയ മർദ്ദനങ്ങൾ, പലതരത്തിലുള്ള പീഡനങ്ങൾ, ഒരുപക്ഷെ ഗ്യാങ് റേപ്പ്, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, ഈ എണ്ണിയാൽ തീരാത്ത അത്ര തരത്തിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളുമൊക്കെയും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കഴിഞ്ഞ ജാപ്പനീസ് ജനതയ്ക്ക് ആ സമയം നേരിടേണ്ടി വന്നു, സഹിക്കേണ്ടി വന്നു. ഓക്കെ, just continue the infancy and childhood period of Janice Miri Kitani. നമുക്ക് നോക്കാം. Soon after their release, Janice's parents divorced. ഇനി അപ്പോൾ ആദ്യം ശിശുവായിരുന്നപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു തൻ്റെ മാതാപിതാക്കളോടൊപ്പം. എന്നാൽ ജയിലിൽ നിന്നും പുറത്തു വന്നപ്പോൾ, റിലീസായപ്പോൾ, ജയിൽ മോചിതരായപ്പോൾ ജാനിസ് മിരി കിറ്റാനിയുടെ പാരൻസ്, മാതാപിതാക്കൾ ഗാട്ട് ഡിവോഴ്സ്. അവർ സെപ്പറേറ്റഡായി. അവർ എന്ത് ചെയ്തു, നമ്മളെന്താ പറയുക, വിവാഹമോചനം തേടി. ഹെർ മദർ റീമാരീഡ്. തുടർന്ന് ഒട്ടും താമസിച്ചില്ല, അമ്മ എന്ത് ചെയ്തു, രണ്ടാമത് കല്യാണം കഴിച്ചു, പുനർവിവാഹിതയായി. അത് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല, ദാറ്റ്സ് ഗുഡ്. പക്ഷേ അത്തരത്തിലുള്ള കാര്യം അതെങ്ങനെയാണ് ജാനിസ് മിരി കിറ്റാനിക്ക് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയത്, മറ്റൊരു ദുരന്തമായി മാറിയത് നോക്കാം. Then the 5-year-old Janice was forced to endure years of emotional isolation, poverty, and the trauma of sexual abuse by her stepfather, which lasted for nearly a decade. See, അത് ഒരു ദുരന്തത്തിൽ നിന്നും മറ്റൊരു ദുരന്തത്തിലേക്ക് ആണ് മാതാവിൻ്റെ പുനർവിവാഹം ജാനിസ് മിരി കിറ്റാനിയെ കൊണ്ടെത്തിച്ചത്. വെറും 5 വയസ്സുള്ള ജാനിസ് മിരി കിറ്റാനിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് കാത്തിരുന്നത്. ഒന്ന്, ഇമോഷണൽ ഐസൊലേഷൻ, അതായത് മനോവികാരങ്ങളെ അടിച്ചമർത്തേണ്ടി വന്നു, ഒറ്റപ്പെടേണ്ടി വന്നു. ആരോടും തൻ്റെ വിഷമതകളോ പ്രശ്നങ്ങളോ പുറത്തു പറയാൻ സാധിക്കാത്ത അത്ര തരത്തിലുള്ള ഒരു ഏകാന്തത, വിട്ടുമാറാത്ത ഒരു ഒറ്റപ്പെടൽ ജാനിസ് മിരി കിറ്റാനിക്ക് തൻ്റെ ശൈശവ സമയത്തുണ്ടായിരുന്നു. പോവേർട്ടി, ദാരിദ്ര്യം, പരിപൂർണമായ ദാരിദ്ര്യം, ആൻഡ് ദ ട്രോമ ഓഫ് സെക്ഷൽ അബ്യൂസ്. ഇതിനേക്കാളും എല്ലാത്തിനും ഉപരിയായിട്ട് സംഭവിച്ചതാണ് തൻ്റെ രണ്ടാം അച്ഛനാൽ തനിക്കുണ്ടായ ലൈംഗിക അതിക്രമങ്ങളും ലൈംഗിക പീഡനങ്ങളും. അതിൽ നിന്നും അവൾക്കുണ്ടായ സൈക്കോളജിക്കൽ പെയിൻ. ട്രോമ മീൻസ് സൈക്കോളജിക്കൽ പെയിൻ, മാനസിക വ്യഥ. അത് തീർത്താലും തീരാത്ത ഒരു വേദനയായിട്ട് അതങ്ങനെ നിന്നു എന്നുള്ളതാണ്. മാത്രമല്ല തൻ്റെ രണ്ടാം അച്ഛൻ അവളെ ലൈംഗികമായിട്ട് ഏതാണ്ട് 10 വർഷത്തോളം, വിച്ച് ലാസ്റ്റഡ് ഫോർ നിയർലി എ ഡെക്കേഡ് മീൻസ് 10 years, ഒരു 10 വർഷത്തോളം തുടർന്നിരുന്നു എന്നാണ് അവൾ തൻ്റെ പോയംസിലൂടെ, തൻ്റെ കൃതികളിലൂടെയൊക്കെ പിന്നെ പറഞ്ഞിരുന്നത്. See, she became the victim of sexual molestation by her stepfather up to the age of 16. ഏതാണ്ട് പറയുന്നത് 16 വയസ്സുവരെ ഒരു സ്ത്രീ ആകുന്നത് വരെയും ശൈശവത്ത് തുടങ്ങിയ ആ ലൈംഗിക അതിക്രമം ഏതാണ്ട് 16 വയസ്സുവരെയും തൻ്റെ രണ്ടാം അച്ഛനാൽ അവൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള കൊടും ക്രൂരതയുടെ കഥകൾ അവൾക്ക് പറയാനുണ്ടായിരുന്നു ഡ്യൂറിങ് ഹെർ ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ്. കണ്ടിന്യൂസ്. She was saved from suicide only by the love and care of her grandfather. പിന്നാലെ അവൾ പറഞ്ഞത്, ഒരിക്കൽ തൻ്റെ ടെസ്റ്റിമണിയിലൂടെയൊക്കെ പറഞ്ഞത്, തൻ്റെ ഗ്രാൻഡ് ഫാദർ, തൻ്റെ മുത്തശ്ശൻ്റെ സ്നേഹവും പരിചരണവും, സ്നേഹാർദ്രമായ തൻ്റെ മുത്തശ്ശൻ്റെ പരിചരണം കൊണ്ടാണ് താൻ ആത്മഹത്യയിൽ നിന്ന് പോലും രക്ഷപ്പെട്ടു പോയതെന്ന് പറഞ്ഞു. So these rose up like a phoenix bird, both personal and those of the Japanese American community who suffered during the war. So for the time being, I would like to stop here, to be continued in the next sessions. അവൾക്ക് നേരിടേണ്ടി വന്ന, അവൾ സഹിക്കേണ്ടി വന്ന, ജാനിസ് മിരി സഹിക്കേണ്ടി വന്ന റിപ്രസ്ഡ് ഇമോഷൻസ്, അടിച്ചമർത്തപ്പെട്ട തൻ്റെ മനോവികാരങ്ങൾ, വിഷമതകൾ, ബോത്ത് പേഴ്സണൽ ആൻഡ് ദോസ് ഓഫ് ദ ജാപ്പനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി ഹു സഫർഡ് ഡ്യൂറിങ് ദ വാർ. 2 കാര്യങ്ങളാണ്. ഒന്ന്, തനിക്ക് വ്യക്തിപരമായിട്ട് താൻ അനുഭവിച്ച, തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ മാതാപിതാക്കളിൽ നിന്നും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി വേദനകളും വിഷമതകളും ഒറ്റപ്പെടുത്തലുകളും. മറ്റൊന്ന്, താൻ ഉൾപ്പെടുന്ന ജാപ്പനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി 2ാം ലോക മഹായുദ്ധകാലത്ത് സഹിച്ച വേദനകളും സഹനതകളുമൊക്കെയാണ് ജാനിസ് മിരി കിറ്റാനിക്ക്
പോയട്രിയിൽ പിൻകാലത്ത് വിഷയങ്ങളായിട്ട് വിവിധ വിഷയങ്ങളായിട്ട് വന്നത്. ഓക്കെ, സോ അവളുടെ പിന്നാലെ അവൾ എഴുതിയ കൃതികളിലെല്ലാത്തിലും താൻ അനുഭവിച്ച, തൻ്റെ ജനത അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടുകളും കൈപ്പേറിയ അനുഭവങ്ങളൊക്കെയും അവൾ ഷെയർ ചെയ്തിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള വിഷമതകൾ ഡ്യൂറിങ് ഹെയർ ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ് ടൈം ജാനിസ് മിരി കിറ്റാനി അനുഭവിച്ചിരുന്നു. പോവേർട്ടി, ഐസൊലേഷൻ ആൻഡ് സെക്ഷൽ അബ്യൂസ്. മെയിൻലി ദീസ് ത്രീ: ദാരിദ്ര്യവും ഒറ്റപ്പെടലും, ഇമോഷണൽ ഐസൊലേഷൻ ആൻഡ് മസ്റ്റ് ഓഫ് ഓൾ സെക്ഷൽ അബ്യൂസ് ഫ്രം ഹെർ സ്റ്റെപ്പ് ഫാദർ.